മൂന്നാറിലെ പാഷൻ ഫ്രൂട്ട് എപ്പോഴും ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അവിടെ നിന്ന് വാങ്ങിയൊരു പാഷൻ ഫ്രൂട്ടിൽ നിന്ന് എടുത്ത വിത്ത് നട്ട് കിളിപ്പിച്ചെടുത്ത ഒരു തൈയാണിത്. അപ്പോൾ ഇത് കണക്ക് കുറേ തൈ ഉണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി നട്ട് ഇതിൽ പിടിക്കുമോ എന്താണെന്ന് നമുക്കൊന്ന് അറിയാം. പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട്. നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ കണ്ണുകളുടെ ആരോഗ്യത്തിനുമൊക്കെ രോഗപ്രതിരോധ ശക്തി നൽകാനും നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് വളരെ നല്ലതാണ്. വൈറ്റമിൻ സിയും അതേപോലെ തന്നെ പൊട്ടാസ്യം, കാൽസ്യം, അയൺ, ഫൈബർ ഇവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പാഷൻ ഫ്രൂട്ട് വളരെ നല്ലതാണ്. ധാരാളം നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് രക്തക്കുഴലുകളിൽ നിന്ന് അധികമുള്ള കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാനും സഹായിക്കും. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതാൽ ഹൃദ്രോഗം വരാതെ തടയാനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൽ മഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും അതേപോലെ ഉത്കണ്ഠ ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ വളരെ സഹായകരമാണ്. ഇത് നമുക്ക് ജ്യൂസായിട്ടും ജാമായിട്ടും സ്ക്വാഷായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് നൽകുന്ന പാഷൻ ഫ്രൂട്ട് തീർച്ചയായിട്ടും നമുക്ക് കുറഞ്ഞ പരിചരണത്തിൽ കുറഞ്ഞ സ്ഥലപരിധിയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്, എത്ര കായ്ക്കാത്ത പാഷൻ ഫ്രൂട്ടിലും കായ്കൾ നിറയാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ചെടി നട്ട് ഒരു വർഷത്തിനുള്ളിൽ നന്നായിട്ട് കായ്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. നല്ല രീതിയിൽ വളപ്രയോഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കായ്കൾ ഉണ്ടാവും. എന്നാൽ ഈ വളപ്രയോഗം ഒന്നും ഇല്ലാതെ ഒരു ശ്രദ്ധയും ഇല്ലാതെയുള്ള ചില മണ്ണിലും അതേപോലെ ചില പ്രദേശങ്ങളിലുമൊക്കെ നന്നായിട്ട് പാഷൻ ഫ്രൂട്ട് വളർന്നു നിൽക്കുന്നതും കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും പാഷൻ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ആവശ്യമില്ല, നന്നായിട്ട് കായ്കൾ ഉണ്ടാവും, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അത് ഓരോ മണ്ണിൻ്റെയും അതേപോലെ ഓരോ പ്രദേശത്തൊക്കെ അനുസരിച്ചാണ്, അതിൽ ഓരോ ഇനത്തിൻ്റെയും വ്യത്യസ്ത അനുസരിച്ച് അതിലെ കായ്കളുടെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് തൈകൾ നട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും കായ്കളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ നല്ല രീതിയിലുള്ള നമ്മുടെ ചെടിക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള വളപ്രയോഗം നടത്തണം. വെറുതെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ കായ്ഫലം കുറവായിരിക്കും, അത്യാവശ്യം കായ്കൾ ഉണ്ടാവും. എന്നാൽ കിട്ടുന്ന കായ്ഫലങ്ങൾ നല്ല രീതിയിൽ കിട്ടാനായിട്ട് നല്ല രീതിയിലുള്ള വളപ്രയോഗം ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ചെടിക്ക് നമ്മൾ നട്ട് ചെടിക്ക് പടർന്ന് വരാനായിട്ട്, അതായത് ചെടി നന്നായിട്ട് പടരാനായിട്ടുള്ള പന്തലൊരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങളിലോട്ടൊക്കെ നമുക്ക് പടർത്തി കൊടുക്കുക. പടരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് തൈകൾ നടേണ്ടത്. നല്ല രീതിയിൽ വെയിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല വളങ്ങളോ ഒന്നും പ്രത്യേകിച്ച് കൊടുത്തില്ലെങ്കിൽ പോലും നന്നായിട്ട് കായ്കളുണ്ടാവും. എന്നാൽ നമുക്കുണ്ടാകുന്ന കായ്കളേക്കാൾ കുറച്ചുകൂടെ ഇരട്ടി ബലം കിട്ടാനായിട്ട് നമ്മൾ വളപ്രയോഗം തന്നെ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കോഴിവളമൊക്കെ നമുക്ക് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് തൈകൾക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ മഴക്കാല സമയത്തിന് മഴയ്ക്ക് മുമ്പേ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് കൂടുതലായിട്ട് കായ്ബലം കിട്ടാനായിട്ടും സാധ്യമാകും. അപ്പോൾ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും. പൂക്കളെല്ലാം നന്നായിട്ട് വരികയും ചെയ്യും. അതേപോലെ തന്നെ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പാഷൻ ഫ്രൂട്ട് ചെടികൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകാതെ കായ്കളായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിച്ച്, അതായത് എപ്സം സാൾട്ട് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു വളം തയ്യാറാക്കി നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിട്ട് പൂക്കളൊന്നും തന്നെ കൊഴിഞ്ഞു പോകാതെ കായ്കളായിട്ട് കിട്ടും. അപ്പോൾ ചിലയിടത്ത് ഈ പറയുന്നത് പോലെ പൂക്കളുണ്ടാവും, പൂക്കൾ കൊഴിഞ്ഞു പോകും. അത്തരത്തിലുള്ള പാഷൻ ഫ്രൂട്ട് ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ എപ്സം സാൾട്ട്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അത് നമ്മുടെ ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ ഉപ്പ് കൊണ്ടുള്ള പ്രയോഗം പെട്ടെന്ന് തന്നെ ചെടികളിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഇത് എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഇത് നമ്മുടെ ചെടികളിൽ പെട്ടെന്ന് വളരാനും അതേപോലെ തന്നെ പൂ കൊഴിച്ചിൽ തടഞ്ഞ് പൂക്കളെല്ലാം കായ്കളായി കിട്ടാനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. ചെടികൾ ആരോഗ്യത്തോടെ വളരാനായിട്ട് നമുക്ക് എപ്സം സാൾട്ട് ഉപയോഗിക്കാം. ഇത് ഒരുപാട് അളവിലൊന്നും വേണ്ട, ഒരു സ്പൂൺ തന്നെ ധാരാളമാണ് നമ്മുടെ ചെടികൾക്ക്. അതേപോലെ തന്നെ ഇത് നമുക്ക് മാസത്തിലൊരിക്കൽ നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ മതി. ആ റിസൾട്ട് നമുക്ക് കിട്ടും. എത്ര ശ്രമിച്ചിട്ടും കായ്ക്കാത്ത നമ്മുടെ പഴച്ചെടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം എടുക്കാം.
1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 1 സ്പൂണ് നമ്മുടെ ഈ എപ്സം സാൾട്ട് നമുക്ക് ലയിപ്പിച്ചെടുക്കാം. നമ്മൾ ഉപ്പ് ലയിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് ലയിച്ച് കിട്ടും. ഇത് നമുക്ക് ഒരു സ്പെയർ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടിക്ക് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളൊക്കെ നല്ല പച്ചപ്പിൽ വരാനായിട്ടും പെട്ടെന്ന് വളരാനായിട്ടൊക്കെ സഹായിക്കും. ഇത് മാസത്തിലൊരിക്കൽ മാത്രം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെടികളിലുണ്ടാവുന്ന റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. പൂക്കളൊക്കെ കൊഴിയുന്നതൊക്കെ തടഞ്ഞ് ധാരാളം കായ്കളുണ്ടാവും. ഇനി ഇത് നമുക്ക് ഡ്രൈ രൂപത്തിലും കൊടുക്കാം. മഴ സമയത്തൊക്കെ നമുക്കിത് ഡ്രൈ രൂപത്തിൽ കൊടുക്കാനായിട്ട് നമ്മുടെ പഴച്ചെടിയുടെ, അതായത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ ചുവട്ടിൽ നിന്നൊന്ന് മാറി ഒന്ന് മണ്ണിളക്കി കൊടുത്ത ശേഷം നമുക്കിത് 1 സ്പൂണ് അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചുവട്ടിൽ നിന്ന് മാറി നമുക്കത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും മണ്ണ് നമുക്കൊന്നുകൂടെ ഒന്ന് ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 സ്പൂൺ തന്നെ ധാരാളമാണ്. ഇത് മണ്ണിലായതുകൊണ്ട് നമ്മൾ 1 സ്പൂണ് ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് നനച്ച് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ചെടി പെട്ടെന്ന് വളർച്ച എത്തും. അതേപോലെ തന്നെ കൂടുതൽ ഫലവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ ചെടികൾക്ക് പൂക്കാനുള്ളൊരു പ്രവണത, അതേപോലെ നമ്മുടെ ചെടികൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഈ ഒരു എപ്സം സാൾട്ടിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചെടികളിൽ ധാരാളം കായ്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എത്ര ശ്രമിച്ചിട്ടും കായ്ക്കാത്ത പഴച്ചെടികൾക്കും അതേപോലെ തന്നെ പൂക്കൾക്കും പച്ചക്കറികൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പ് കൊണ്ടുള്ള പ്രയോഗമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.